അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് സ്ത്രീകളോട് വീട്ടിൽ ഇരിക്കാനാണ്, അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനല്ല. അങ്ങനെ പ്രഖ്യാപിച്ച മതമാണ്. ചിലപ്പോൾ ആളുകൾ നോക്കി, പൊതുസമൂഹം നമ്മളെ നോക്കി ചിരിച്ചേക്കാം, അപരിഷ്കൃതമായ സമൂഹം. അവർ നമ്മളെ നോക്കി കൈകൊട്ടി അപഹസിച്ചേക്കാം, കളിയാക്കി ചിരിച്ചേക്കാം. 6-ാം നൂറ്റാണ്ടിന്റെ ആളുകൾ ഉറക്കെ ഉറക്കെ ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കട്ടെ, ഈ ഇരിക്കുന്ന കൂട്ടം പ്രഖ്യാപിക്കട്ടെ, അതെ അതെ, ഞങ്ങൾ 6-ാം നൂറ്റാണ്ടിന്റെ പ്രവാചകൻ നമ്മുടെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം നെഞ്ചോട് ചേർത്ത് അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ് അഭിമാനത്തോടുകൂടി. സഹോദരാ, നീ അറിഞ്ഞിട്ടില്ല, സഹോദരങ്ങളെ, അവർക്കറിയില്ല നമ്മുടെ നെഞ്ചിനുള്ളിൽ പ്രവാചകന്റെ സ്ഥാനം എന്താണ്. അവർക്കറിയില്ല ഈ ആദർശത്തിന്റെ മഹത്വം എന്താണെന്ന്. അവർക്കറിയില്ല മുസ്ലിമിന്റെ അടുക്കൽ ഇസ്ലാമിന്റെ സ്ഥാനം എന്താണെന്ന്. അവർക്കറിയില്ല പ്രവാചകന്റെ വാക്കുകളെ ഒരു മുസ്ലിം എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന്. പാവപ്പെട്ട ആളുകൾ, അജ്ഞരായ ആളുകൾ അറിയില്ല. അല്ലയോ പൊതുസമൂഹമേ, കേട്ടോ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ കൽപ്പനകൾ നമുക്ക് രാജകൽപ്പനകളെക്കാൾ വിലയുള്ളതാണ്, ഗവൺമെന്റിന്റെ കൽപ്പനകളെക്കാൾ വിലയുള്ളതാണ്, മാതാപിതാക്കളുടെ കൽപ്പനകളെക്കാൾ വിലയുള്ളതാണ്. ആ പ്രവാചകന് വേണ്ടി ജീവനർപ്പിച്ച സഹാബാക്കളുടെ അനുചരന്മാരാണ് നമ്മൾ. ഉയരെ ഉയരെ നമ്മൾ പ്രഖ്യാപിക്കട്ടെ, അതെ, നിങ്ങൾ ആ അർത്ഥത്തിൽ നമ്മൾ അപരിഷ്കൃതം എന്ന് വിളിക്കുന്നെങ്കിൽ അഭിമാനത്തോടുകൂടി അത് നമ്മൾ നെഞ്ചേറ്റും, അഭിമാനത്തോടുകൂടി നമ്മളത് ഏറ്റുവാങ്ങും. അതെ, ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ പഠിപ്പിച്ചതെന്തോ അതാണ് നമുക്ക് ദീൻ, അതാണ് നമ്മുടെ ആദർശം, അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അതാണ് സഹോദരങ്ങളെ സ്വർഗത്തിലേക്കുള്ള വഴി. സമൂഹത്തിനെ പേടിച്ച് പ്രവാചകന്റെ കൽപ്പനകളെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മുടെ ജീവനേക്കാൾ എപ്പോഴാണ് റസൂലിനെ സ്നേഹിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ ശരിയായ മുഅ്മിനായിട്ടുള്ളൂ എന്ന് പഠിപ്പിച്ചത് നമ്മുടെ പ്രവാചകരാണ്. നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ വാപ്പയേക്കാൾ എപ്പോഴാണോ പ്രവാചകർ നമുക്ക് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ സ്നേഹമായി തീരുന്നത് അപ്പോഴാണ് ശരിക്കുമുള്ള മുഅ്മിനായി നമ്മൾ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങളെ, മനുഷ്യരെ മനസ്സിലാക്കിക്കോ, മുസ്ലിമിന് ഏറ്റവും വലുത് അവൻ്റെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവന് ഏറ്റവും വലുത് അവൻ്റെ ഇസ്ലാമാണ്. ജനങ്ങളെ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. സഹോദരങ്ങളെ, കളിയാക്കുന്നവർ കളിയാക്കിക്കൊള്ളട്ടെ. അള്ളാഹു കൽപ്പിച്ചത് സ്ത്രീകൾ വീട്ടിലിരിക്കാനാണ്.